ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ കുറോഗർ രക്ഷപ്പെട്ടു പോയ ആ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ മാർക്കും സൂപ്പർ ഹീറോസിനും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപാട് പരിക്കുകൾ പറ്റിയിരിക്കുകയാണ്. ഡോക്ടേഴ്സ് ആണെങ്കിൽ ആരാണെന്നും എന്താണെന്ന് പോലും നോക്കാതെ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ലേഡി നഗട്ടും അവിടെ തന്നെയാണ് ഉള്ളത്. അവളുടെ ബോഡിയിലാണെങ്കിൽ ഒരുപാട് പരിക്കുകളുണ്ട്. അവളാണെങ്കിൽ അതൊന്നും ബോധറിയാതെ ഇപ്പൊ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കും. ഡോക്ടർ ആണെങ്കിൽ അവളോട് പറയും, നീ ഇപ്പൊ പുറത്തേക്ക് പോയി ഫൈറ്റ് ചെയ്ത വലിയ കുഴപ്പമുണ്ടാവും. നിന്റെ ബോഡി വീക്കാണ്, നിന്റെ ബോഡിയിലെ പരിക്കുകൾ അത് കൂടുതൽ വേഴ്സ്റ്റ് ആവും. അതിനവള് പറയും, എനിക്കിപ്പോ പുറത്തേക്ക് പോയി അവരെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഡോക്ടർ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, സത്യത്തിൽ നീ ആ വില്ലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നവളല്ലേ, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവളല്ലേ, നിന്നെ എങ്ങനെ പുറത്തേക്ക് വിടും? അതിനവള് പറയും, അവസാനമായിട്ട് ഇതൊക്കെ മിത്തോറിയുടെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കിയത്, ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂപ്പർ ഹീറോസിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ സഹായം അവൻ ആവശ്യമാണെന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ ഇപ്പോൾ അവന് കൊടുക്കാൻ പോവുകയാണ്. ഗ്ലോക്ക് ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. അവളെ ഞാൻ സപ്പോർട്ട് ചെയ്യും, ഈ ഫോൺ നിനക്ക് ഉപകാരമായിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഫൈറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിലൂടെ നിനക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്ന് അവനാണെങ്കിൽ അവളോട് പറയും. അവനാണെങ്കിൽ അവളെ തൂക്കി എടുത്തുകൊണ്ട് ആ കഫേന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് ഇറക്കും. സോ അവിടെ വെച്ചാണ് അവള് ഡബോറയുടെ കൈ അതങ്ങനെ ഷൂട്ട് ചെയ്ത് രണ്ട് തുണ്ടാക്കി മാറ്റുക. അവളുടെ ഷൂട്ട് കറക്റ്റായിട്ട് അവന്റെ കൈ തകർക്കുമെങ്കിലും ആ ഒരു ഷൂട്ടില് അവളുടെ ബോഡിക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റുകയാണ്. ആ ഒരു പ്ലാസ്റ്ററൊക്കെ തന്നെ പറഞ്ഞ് അവളുടെ മുറിവ് അത് കുറെ കൂടെ മോശം അവസ്ഥയിലാവും. ഒരു വില്ലത്തിയായതിനു ശേഷം ഓക്സും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും അവർ രണ്ടുപേരും അവളെ തിരികെ അവളുടെ പഴയ ഹീറോ സ്വപ്നങ്ങളിലേക്ക് അവളെ തിരികെ കൊണ്ടുവന്നു. അന്ന് എത്രയൊക്കെ പ്രതീക്ഷയോട് കൂടിയാണോ അവൾ സൂപ്പർ ഹീറോയായി മാറാൻ ആഗ്രഹിച്ചത്, അതേ പ്രതീക്ഷയും സ്വപ്നങ്ങളൊക്കെ തിരികെ അവളിലേക്ക് വന്നിരിക്കുകയാണ്. അവളാണെങ്കിൽ കഷ്ടപ്പെട്ട് രണ്ടാമത് ഷൂട്ട് ചെയ്ത് അവന്റെ അടുത്ത കൈയും തകർക്കുകയാണ്. അതുകൊണ്ട് ഹീറോ ആണെങ്കിൽ അവനെ ആ ഒരു ബേസിൽ നിന്ന് തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. കാരണം അത്രയ്ക്കാണെങ്കിൽ ഇപ്പോൾ അവന്റെ ക്വിക്സ് പവർ ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപയോഗിച്ച് അവിടെ തകർത്ത വലിയ കുഴപ്പമാണ്. സോ അവനാണെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡബോറയുടെ ബോഡിയിലുള്ള ആൽഫാർമൺ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ എവിടേക്കൊക്കെ മാറ്റിയാലും യാതൊരു പ്രയോജനവും ഇല്ല, ഇവിടെ എല്ലാം ഞാൻ തകർക്കും, ഇതെല്ലാം എൻ്റെ അധീനതയിലാവും. അതിനുശേഷം ആൽഫാർവൺ ആണെങ്കിൽ വീണ്ടും ഡബോറയെ എമോഷണലി തകർക്കാനായിട്ട് ശ്രമിക്കും. എങ്ങനെയെങ്കിലും അവന്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുക, അതാണ് ആൽഫാർവണിന്റെ ലക്ഷ്യം. അത് മനസ്സിലാക്കിയ ഡബോറ അവനാണെങ്കിൽ ആൽഫാർവണിനോട് തീർത്ത് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല, എന്നെ പൂർണ്ണമായിട്ടും ഞാൻ നിനക്ക് വിട്ടു തരില്ല, എന്റെ കൺട്രോൾ അത് എൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം തന്നെ മുൻപേ മനസ്സിലാക്കിയ ഡബോറയാണെങ്കിൽ അവന്റെ ബോഡി കോറ് അത് അവന്റെ ആ ഇൻസൈഡ് ബോഡിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് തിരിച്ചറിയാതിരുന്ന ആൽഫാർവണിനെ വിട്ടിയാക്കിക്കൊണ്ട് ആ ഒരു കോറ് അവൻ ആൽഫാർവണിന്റെ വായിലൂടെ തന്നെ പുറത്തേക്ക് എടുക്കും. എന്റെ പൂർണ്ണമായിട്ടും ഞാൻ തന്നെ കൺട്രോൾ എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ കോറിൽ അവൻ അങ്ങനെ അവന്റെ കൺട്രോൾ കൊണ്ടുവരും. ഡബോറയാണെങ്കിൽ കുറോഗറിയോട് ഹെൽപ്പ് ചോദിക്കും, എനിക്ക് എത്രയും വേഗം ആൽഫാർവണിന്റെ അടുത്തേക്ക് പോകണം. പക്ഷെ കുറോഗറിക്കാണെങ്കിൽ ഇപ്പൊ അവന്റെ കൺട്രോളും പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഐസമ മാസ്റ്ററിന്റെ ഫ്രണ്ട് അതാണെങ്കിൽ ഇപ്പോ അവന്റെ ബോഡിയെ കീഴ്പ്പെടുത്താനായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ആൽഫാർവണിൽ നിന്ന് ഡബോറയുടെ കൺട്രോൾ വിട്ടുപോകുമ്പോൾ അവിടെ കുറോഗറിയുടെ കൺട്രോളും വിട്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഡബോറയാണെങ്കിൽ വിളിച്ചു പറയും, 1 for all പവർ എനിക്ക് ആവശ്യമില്ല, ആൽഫാർവണിന്റെ ഒരു പപ്പടായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആ വീട് എനിക്ക് തകർക്കണം, അതിലൂടെ എന്റെ ലക്ഷ്യം എനിക്ക് നേടിയെടുക്കണം. ജനറൽ ക്രിമിനൽ ആണെങ്കിൽ അവർ താഴേക്ക് പോകുന്നത് കാണും. ആളെ കൊണ്ടാണെങ്കിൽ ഒരുപാട് നേരം ആ കഫേ സിറ്റി അങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് കഴിയില്ല. എലാസ്റ്റിസിറ്റി അത് പതിയെ പതിയെ കീറാനായിട്ട് തുടങ്ങും. ഇവിടെ ഹീറോ ആണെങ്കിൽ കുറേയുടെ അടിച്ചു പറയും, നിന്റെ പ്ലാനുകൾ ഒന്നും തന്നെ നടക്കാനായിട്ട് പോകുന്നില്ല, അത് ഞാൻ തടയും. ഇവിടെ പെണ്ണാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് പറയും, ഒരല്പസമയം കൂടെ എങ്ങനെയെങ്കിൽ നിങ്ങൾ പിടിച്ചു നിന്നേ പറ്റൂ, ഞാൻ അതിനെ കൺട്രോൾ എടുക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ മുകളിലേക്ക് നോക്കും, ഇസുക മിത്തോറിയെ കാണും. ഇപ്പൊ ആളാകെ ചേഞ്ച് ആയിരിക്കുകയാണ്. അവൻ ഒരു പക്ഷേ ഞാൻ ഇവിടേക്ക് എത്തിയത് മനസ്സിലായി കാണോ, അവൻ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ? ആളാണെങ്കിൽ ഇപ്പൊ ഇസുക്കിന് മുകളിലേക്ക് നോക്കും. രണ്ടുപേരാണെങ്കിൽ ക്യാമറ വെച്ച് അതൊക്കെ ഷൂട്ട് ചെയ്യുകയാണ്. ഉടനെ ആള് വിളിച്ചു പറയും, നിങ്ങൾ എന്തായി ചെയ്യണേ, മണ്ടത്തരം കാണിക്കരുത്, അവിടെ നിന്ന വലിയ അപകടമാണ്, ഇത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി നിൽക്കാനായിട്ട് നോക്ക്. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ അവിടുന്ന് മാറാൻ തയ്യാറാവില്ല. ജനങ്ങളെല്ലാവരും ഇപ്പൊ സൂപ്പർ ഹീറോസിന് എതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. സോ സൂപ്പർ ഹീറോസിന്റെ കഷ്ടപ്പാട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പ്രകാരം ഈ കാര്യങ്ങളെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതേ സമയത്ത് ഇവിടെ അവളാണെങ്കിൽ ആ എഞ്ചിൻ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്ത് അതിപ്പോ പതിയെ മുകളിലേക്ക് ഉയരാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ ടോഗ പെണ്ണാണെങ്കിൽ ഒരുപാട് ട്വൈസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഐസവ മാസ്റ്ററും കൂടെയുള്ള ആൾക്കാരും താഴേക്ക് വീഴുകയാണ്. ആണെങ്കിൽ ചുറ്റുമുണ്ടായിരുന്ന വില്ലന്മാരെ എല്ലാം അവളുടെ ആ ഒരു കറണ്ട് പവർ ഉപയോഗിച്ച് അട്ടിച്ച് തെറിപ്പിക്കും. അടുത്ത നിമിഷം കുറോഗറി ആണെങ്കിൽ ഐസവ മാസ്റ്ററിനെയും ടീമിനെയും അങ്ങനെ സേവ് ചെയ്യുകയാണ്. അവരാണെങ്കിൽ ഷോക്കാവും. ഇങ്ങനെ കുറോഗറി അവരെ സഹായിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ബെൽഗ വില്ലേജ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ടോഗയുടെ ഫയർ അതങ്ങനെ കോടി വരും. മാത്രമല്ല
ഓബിയുടെ ഫയർ അതങ്ങനെ കൂടി വരും. മാത്രമല്ല ആ ഒരു ടോഗ ട്വൈസിന്റെ പവർ ഉപയോഗിച്ച് ഒരുപാട് ട്വൈസുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരു 1000 ട്വൈസിനെ കൊല്ലുമ്പോൾ 2000 ട്വൈസുകളെ അവൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ആൽഫാർമണിന്റെ ലക്ഷ്യം ഡബോറയായിട്ട് കമ്പൈൻ ആയിട്ട് അവന്റെ ആ എക്സ്ട്രീം പവർ ഉപയോഗിക്കുക എന്നതാണ്. പക്ഷേ ഡബോറയ്ക്കാണെങ്കിൽ അവനെ ആൽഫാർ വണ്ണ് കൺട്രോൾ എടുക്കുന്നത് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആൽഫാർ വണ്ണിനാണെങ്കിൽ അവനെ കിട്ടിയാൽ മാത്രമേ അവന്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സോ എത്രയും വേഗം പിടിച്ചെടുക്കാനായിട്ട് മുൻപോട്ടേക്ക് പോകുമ്പോൾ ഓക്സ് ആണെങ്കിൽ ആൽഫാർ വണ്ണിനെ തടയും. ഒരു കാരണവശാലും ഡബോറയായിട്ട് കമ്പൈൻ ആവാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കത്തി എടുത്ത് ആൽഫാർ വണ്ണിന്റെ കഴുത്തിൽ വെക്കും. അതിന് ആൽഫാർ വണ്ണ് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഇതെന്നല്ല ആർക്കും തന്നെ എന്നെ തോൽപ്പിക്കാനാവില്ല, എന്റെ ലക്ഷ്യം അത് വളരെ പവർഫുൾ ആണ്, ഞാൻ അവിടേക്ക്. അവനാണെങ്കിൽ ഓക്സ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഓക്സിനെ ഒരു ഇല്യൂഷനിലേക്ക് കടത്തി വിടുകയാണ്. അത് കണ്ട് കാക്കത്തലയൻ അവൻ ഞെട്ടും. ഇവിടെ ഷിക്കറ്റ്സു സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് അവിടേക്ക് വരും, ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവിടേക്ക് വന്ന ഷിക്കറ്റ്സു സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ അവരുടെ പവറുകൾ ഉപയോഗിച്ച് ആ വില്ലന്മാരെ നേരിടാനായിട്ട് തുടങ്ങും. ഷിക്കറ്റ്സു സ്കൂളിലുള്ള എല്ലാവരും ഇപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ അവിടേക്ക് എത്തി. ഇവിടെ ഡൊബറയും അതുപോലെ തന്നെ ഇസുക്ക് പയ്യനും അവർ രണ്ടുപേര് കാര്യം മനസ്സിലാക്കും. US സ്കൂളിൽ വിട്ട് അവരിപ്പോൾ കുറച്ച് ദൂരം മുൻപോട്ടേക്ക് വന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ ആൾക്കാരുടെ മെയിൻ തലവേദന ആ ടോഗയാണ്. അവനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഏകദേശം ജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒത്തുവരും. സത്യത്തിൽ നമ്മുടെ ആൾക്കാർ ഷിഗറ്റ്സു സ്കൂളിനോട് ഹെൽപ്പ് ചോദിക്കുന്നതിന് മുൻപ് തന്നെയാണ് അവരിപ്പോൾ സഹായമായിട്ട് അവിടേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ആൾക്കാർ വിളിച്ചു പറയും, എങ്ങനെയെങ്കിലും ആ ആൽഫാർ വണ്ണിനെ അവനെ തടയണം. ആണ് ഇതിന്റെ എല്ലാ ആണിക്കല്ല്. അവൻ ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്വിക്സ് പവർ അവനെ കൊണ്ട് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. പക്ഷെ ആൽഫാർ വണ്ണിനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് യാതൊരു കൂസലുമില്ല. കാരണം ഓക്സിനും അതുപോലെ തന്നെ എൻഡവറിനും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഇനിയുള്ളത് അധികം പവറില്ലാത്ത ഈ സൂപ്പർ ഹീറോസ് ആണ്, വെറും സ്റ്റുഡൻസ്. സോ അവനാണെങ്കിൽ ആന്റിനെ ക്രിയേറ്റ് ചെയ്ത് ഈ അതിൽ നിന്ന് ഒരുപാട് ക്വിക്സ് പവർ പുറത്തേക്ക് കൊണ്ടുവന്ന് എല്ലാ സൂപ്പർ ഹീറോസിനെയും അവരെ ഹെൽപ്പ് ചെയ്യുന്നവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആണെങ്കിൽ നന്നായിട്ട് അറിയാം ഒരു ക്വിക്സ് പവർ കൊണ്ട് മാത്രം അവരെ എല്ലാവരെയും തോൽപ്പിക്കാനായിട്ട് കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ക്വിക്സ് പവർ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. എങ്കിലും ഒരുപാട് സൂപ്പർ ഹീറോസ് ക്വിക്സ് പവർ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ്. പക്ഷെ ആൽഫാർ വണ്ണിനാണെങ്കിൽ കോൺഫിഡൻസിന് യാതൊരു കുറവുമില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, എൻഡവറിനെ പോലെ പവർഫുൾ ആയ ഒരാൾക്ക് മാത്രമേ എന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റൂ. നിങ്ങൾക്ക് എൻ്റെ 7 അയലത്ത് പോലും എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ പവറും ക്വിക്സ് പവറും കൂട്ടി കൊണ്ടുവരും. കട്ട് ചെയ്ത ഡാബി ആണെങ്കിൽ എൻഡവറിനെ തന്നെ ലക്ഷ്യം വെക്കുകയാണ്. എൻഡവറിനാണെങ്കിൽ സ്വന്തം മകനെ നശിപ്പിക്കാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത് നന്നായിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് എനസയെ വില്ലന്മാരാണെങ്കിൽ കളിയാക്കും. ആൽമൈറ്റ് ഉണ്ട് എന്നുള്ള ധൈര്യമായിരുന്നു ഇത്രയും കാലം നിങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പൊ നമ്പർ 1 സൂപ്പർ ഹീറോ ആൽമൈറ്റിനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതിന് എനസ പറയും, ഇല്ല, ആൽമൈറ്റ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് പോയത്. ഒരുപാട് ട്രെയിനിങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിലെല്ലാം ആൽമൈറ്റ് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എനസയാണെങ്കിൽ നല്ല ഫോഴ്സിൽ അവനെ തിരികെ അറ്റാക്ക് ചെയ്യും. എനസയാണെങ്കിൽ വിളിച്ചു പറയും, ഫ്യൂച്ചറിന് ഒരു നല്ല ഭാവിയെ ലഭിക്കാനായിട്ട് ഞങ്ങൾ ഉറപ്പായാലും ഇത് ചെയ്യും. എല്ലാ വില്ലന്മാരെയും ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ അവന്റെ പവർ അതതിന്റെ എക്സ്ട്രീം മോഡിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഓക്സിനാണെങ്കിൽ മനസ്സിലാവും 1 for all പവർ എന്ന് പറയുന്നത് എല്ലാവരുടെയും പവറിനെ ഏകോപിച്ചുണ്ടാകുന്ന വലിയൊരു ശക്തിയാണ്. സോ ആ ഒരു ശക്തി ഉപയോഗിച്ച് വേണം ഈ വില്ലന്മാരെ അടിച്ചോടിക്കാൻ. ഓക്സ് ആണെങ്കിൽ വലിയൊരു സ്ക്വാഡ് എടുത്ത് ഇപ്പോ ആൽഫാർ വണ്ണിന്റെ തൊട്ടടുത്തേക്ക് വരും. ആൽഫാർ വണ്ണാണെങ്കിൽ അവനോട് പറയും, നിന്റെ കണ്ണുകൾ എനിക്കിഷ്ടമല്ല, ഞാൻ എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും നിന്റെ കണ്ണുകളിലെ തിളക്കം മാത്രം നഷ്ടപ്പെടുന്നില്ല, എനിക്ക് ആ കണ്ണ് അത് ചൂഴ്ന്നെടുക്കണം എന്ന് പറയും. ഇവിടെ ഓക്സിനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് പോകാൻ അല്പം ഭയം തോന്നും. കാരണം അവൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിന്റെ ക്വിക്സ് പവർ അത് അവൻ അബ്സോർബ് ചെയ്തെടുക്കും. ആ ഭയം കാരണം അവൻ അല്പം പുറകിലേക്ക് നിൽക്കും. അപ്പോഴായിരിക്കും അവനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റ് 2 വലിയ കണ്ണുകൾ അവന്റെ അടുത്തേക്ക് വരിക. എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ടോക്കിയാമയാണെങ്കിൽ അവിടേക്ക് വന്ന് അവന് ഡാർക്ക് പവർ ഉപയോഗിച്ച് ആൽഫാർ വണ്ണിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. സൂര്യനാണെങ്കിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും കവർ ആയതുകൊണ്ട് തന്നെ ടോക്കിയാമയുടെ പവർ അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവും. എൻഡവറിന്റെ ഫയർ പവർ അബ്സോർബ് ചെയ്തെടുക്കാമെന്നല്ലാതെ ആൽഫാർ വണ്ണിനെ കൊണ്ട് എൻഡവറിന്റെ ക്വിക്സ് പവർ അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഓക്സിനെ എൻഡവറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കാക്കപ്പയ്യനെ തന്നെ അവിടേക്ക് കൊണ്ടുവന്നത്. ഷാഡോയുടെ പവർ എന്താണെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ ആ പവർ എടുത്ത് ആഞ്ഞടിക്കാൻ തയ്യാറാവും. ആക്ച്വലി ഷിക്കറ്റ്സു സ്കൂള് അവര് അവിടേക്ക് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കാക്കത്തലയൻ അവന്റെ പവർ കാണിക്കാൻ. ആണെങ്കിൽ കാക്കത്തലയനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്പം ഫോഴ്സ് അവന്റെ പഞ്ചിന് കൊടുക്കും. ഓക്സും കൂടെ ഇപ്പൊ കാക്കത്തലയനോട് ചേർന്ന് ആഞ്ഞു പഞ്ച് ചെയ്യും. ആ ഒരു പഞ്ച് ചെയ്യലില് ഇപ്പോ ആൽഫാർ വണ്ണിന്റെ ഷീൽഡ് പോലെ തകരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആ ടോഗ പെണ്ണിന് എല്ലാവരുടെയും ക്വിക്സ് പവർ അബ്സോർബ് ചെയ്തെടുക്കാനോ അവരെ പോലായി മാറാനോ സാധിക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവൾ ആദ്യം ഡബോറയെ പോലെയോ അല്ലെങ്കിൽ ആൽഫാർ വണ്ണിനെ പോലെയോ ആയി മാറിയേനെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അവളെ കൊണ്ടത് കഴിയില്ല.
അതുകൊണ്ട് തന്നെ അവളുടെ പവറിൽ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മുടെ ആൾക്കാർ കണ്ടെത്തും. ഇതാ പ്രൊഫി ആണെങ്കിൽ ഒരു കാര്യം തീർത്ത് പറയും. അവൾക്ക് ഇഷ്ടമുള്ള ഒരു ആവറേജ് പവർ ഉള്ളവരെ മാത്രമേ അവളെ കൊണ്ട് കോപ്പി ചെയ്യാനായിട്ട് കഴിയൂ. സോ ആദ്യം നമ്മൾ ഈ ട്വൈസുകൾക്കിടയിൽ യഥാർത്ഥ ടോഗയെ കണ്ടെത്തണം. അത് കറക്റ്റായിട്ട് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായാലും നമുക്ക് അവളെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത്രയും ട്വൈസുകൾക്കിടയിൽ സെയിം രൂപത്തിലുള്ള അവളെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ടോഗയെ കാണിക്കും. ടോഗയ്ക്കാണെങ്കിലും നമ്മുടെ ആൾക്കാരുടെ അതേ സംശയം. കാരണം ആൽഫാർ മണ്ണിനെയും ഗോറയെയും അവൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവളുടെ പവർ കൊണ്ട് അവരെ മാത്രം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.